അംഗവും പാർട്ടിയുടെ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ സഖാവ് നിസാർ അമ്പലങ്ങളെ ക്ഷണിക്കുകയാണ്. സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ശുഭദിനം നേർന്നുകൊണ്ട് CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനം 6 മുതൽ 9 തീയതി വരെ കൊല്ലത്ത് നടക്കുകയാണ്. ആ സമ്മേളന നഗരിയിലേക്കുള്ള ദീപശിഖ പ്രയാണത്തിന്റെ പൊതുസമ്മേളനം അമ്പലംകുന്നിൽ നടക്കുന്നതിന്റെ ഉദ്ഘാടന സമ്മേളനം അമ്പലംകുന്നിൽ നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളുമായി സാക്ഷി TV നിങ്ങളോടൊപ്പം ചേരുന്നു. ഈ തത്സമയ സംപ്രേഷണത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ബി ശ്രീകുമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള പ്രദേശത്ത് വന്നിട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളെ, പ്രിയമുള്ളവരെ, വയലാറിൻ്റെ ചുവന്ന മണ്ണിൽ നിന്ന് ദീപശിഖ ജാഥ ആരംഭിച്ചു പാർട്ടി സംസ്ഥാന സമ്മേളന നഗരിയിലേക്ക് ഇന്ന് എത്തിച്ചേരുന്നതാണ്. അനുബന്ധ ദീപശിഖ ജാഥ നമ്മുടെ ജില്ലയിൽ നിന്ന് കടക്കൽ വിപ്ലവകാരികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച് നമ്മുടെ ജില്ലയിലെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശത്തുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് അനുബന്ധ ജാഥകളുമായി ഇന്ന് ഇവിടെ അമ്പലംകുന്നൽ PR പൊന്നപ്പൻ്റെ ബലികുടീരത്തിൽ നിന്ന് അനുബന്ധ ദീപശിഖ ഉൾപ്പെടെ ഇന്ന് വൈകുന്നേരം കൊല്ലം ആശ്രാമം പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഈ യോഗം ഇവിടെ ആരംഭം കുറിക്കുകയാണ്. നമ്മൾ നിശ്ചയിച്ചതിനേക്കാൾ അരമണിക്കൂർ വൈകിയാണ് ഈ പരിപാടി ആരംഭം കുറിക്കുന്നത്. തീർച്ചയായും അത്ലറ്റുകൾ എല്ലാവരും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ യോഗ നടപടികളുടെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസ്, അതിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ പാർട്ടി അംഗങ്ങൾക്കും പാർട്ടി ബന്ധുക്കൾക്കും പൊതുവെ ജനങ്ങൾക്കും ഒക്കെ തന്നെ വലിയ ആവേശം ജനിപ്പിക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ഇവിടെ എനിക്ക് ശേഷം സംസാരിക്കുന്ന നേതാക്കൾ പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് G സനലിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ തലമുതിർന്ന നേതാവും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് വിക്രമ സഖാവിനെ വളരെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള സഖാവ് അഡ്വക്കേറ്റ് പത്മകുമാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗം PK ബാലചന്ദ്രൻ ഈ പരിപാടികൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്ന, നമ്മുടെ ഈ പ്രദേശത്ത് പാർട്ടിക്ക് വേണ്ടി എല്ലാ മാർഗനിർദ്ദേശം നൽകുന്ന ആ സഖാവിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് M നസീർ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ബി ശ്രീകുമാർ ഇതിൽ സംബന്ധിക്കുന്നു. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെളിനല്ലൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M മുരുകേശനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 2 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ് M അൻസർ, ഏരിയ കമ്മിറ്റി അംഗം P ദിലീപ് കുമാർ, 2 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ഈ ജാഥയ്ക്ക് ഈ ദീപശിഖ ജാഥയെ അനുഗമിക്കുന്ന അത്ലറ്റുകൾ അടക്കമുള്ള
പാർട്ടി സഖാക്കൾ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഡിവൈഎഫ്ഐയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും അവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന മുഴുവൻ ജനങ്ങളെയും പൊതുജനങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. യോഗം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട എസ് വിക്രമനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിരിക്കുന്ന പി കെ ബാലചന്ദ്രൻ, പത്മകുമാർ, ശ്രീകുമാർ, ദിലീപ്, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ നിസാർ, പഞ്ചായത്ത് പ്രസിഡന്റ് നിസാർ, പ്രിയപ്പെട്ട നമ്മുടെ അത്ലറ്റുകൾ, അതുപോലെ തന്നെ ഈ യോഗത്തിലെത്തിയിരിക്കുന്ന വളരെ സ്നേഹം പറഞ്ഞ സഖാക്കളെ, സഹോദരന്മാർ, ഞാൻ വളരെ കുറച്ച് മാത്രമേ വർത്തമാനം പറയുന്നുള്ളൂ. എൻ്റെ ശബ്ദം പ്രസംഗിക്കാൻ തീരെ പര്യാപ്തമായതല്ല എന്നുള്ളത് കൊണ്ട് ഒരുപാട് നീട്ടുന്നത് ഉചിതമാവില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത്. പാർട്ടി സംസ്ഥാന സമ്മേളനം നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ട് 30 വർഷം പിന്നിടുകയാണ്. 1995 30 വർഷം മുമ്പ് കൊല്ലത്ത് നടക്കുന്ന സമ്മേളനത്തിൻ്റെ സ്ഥിതിയിൽ നിന്ന് ഈ 3 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാർട്ടിയും അതിൻ്റെ ബഹുജനാടിത്തറയും വലിയ തോതിൽ വികാസം പ്രാപിക്കും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് തുടർച്ചയായി 2ാം ഘട്ടത്തിൽ അധികാരത്തിൽ തുടരുകയും ചെയ്യുന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് പോകുന്നത്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റു പാർട്ടികൾക്ക് ഈ പാർട്ടിയെ വിരുദ്ധമാക്കുന്ന ചില സവിശേഷമായ ഘടകങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പാർട്ടി നമ്മുടെ പ്രപഞ്ചത്തെയും നമ്മുടെ മാനവരാശിയെയും സംബന്ധിച്ച് അതിൻ്റെ ശാസ്ത്രീയമായ അതിൻ്റെ ധാരണകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നൊരു ശാസ്ത്രീയ സോഷ്യലിസം എന്ന ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മൾ സമൂഹത്തെ നോക്കിക്കാണുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ മാനവരാശിയുടെ ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രം എന്ന നിലയ്ക്കാണ്. വർഗസമരങ്ങളുടെ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില നിർദോഷികളായിട്ടുള്ള ആളുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ചിലർക്കും എല്ലാം കുറച്ച് അസ്വസ്ഥതയുണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഏമാർക്ക് വേറെ ഒരു പണിയില്ല, ഏമാർക്ക് രാവിലെ വർഗസമരവും ഉണ്ടാകുന്നില്ല. അത്തരം ആളുകളോട് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് വേറെ ഏടാകൂടമൊന്നുമല്ല. ഇത് വർഗസമരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൂട്ടായ ജീവിതം ആരംഭിച്ച ശേഷം ആ ജീവിത സാഹചര്യത്തിൽ മനുഷ്യന് പ്രത്യേകമായി ഉടലെടുത്തൊരു സ്വാർത്ഥത എന്ന് പറയുന്ന ചൂഷണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ചൂഷണത്തിനിരയാകുന്ന മനുഷ്യരോട് സഹാനുഭൂതിയും അവരുടെ ഐക്യവും പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും ചൂഷണത്തിൽ നിന്ന് വിമുക്തമാക്കുന്ന ഒരു നീതി കലർന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യത ലഭിക്കുന്ന, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും പരസ്പരം ഏറ്റുമുട്ടുന്ന 2 വർഗങ്ങൾ സമൂഹത്തിൽ സംജാതമാകുമ്പോൾ അതിൽ അഗതികളുടെയും നിരാലംബരുടെയും നിസ്സംഗരുടെയും എല്ലാം പക്ഷത്ത് ചേരുന്ന ഒരു പ്രത്യേക സമീപനം ഞങ്ങൾ വെച്ചു പുലർത്തുന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ 1980 നമ്മൾ അന്നത്തെ നയനാർ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കുത്തക കശുവണ്ടി സംഭരണം ഏർപ്പെടുത്തുകയുണ്ടായി. അത് വേറെ ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതല്ല. കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്ന കശുവണ്ടി തൊഴിലാളികൾക്ക് കൂലിയും വേറെ ഉറപ്പാക്കാൻ
കശുവണ്ടി കുത്തൽ സംവരണം സർക്കാർ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ച അവസരത്തിൽ നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ അവരെ ഈ കുത്തൽ സംവരണം പൊളിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയുണ്ടായി. അങ്ങനെ ഏർപ്പെട്ടൊരു ഘട്ടത്തിൽ ആ കുത്തൽ സംവരണം പൊളിക്കാൻ കുറേ ആളുകൾ ഇങ്ങനെ കശുവണ്ടി കടത്തുമായി നിൽക്കുന്നു എന്നുള്ള വിവരമാണ് പൊന്നപ്പൻ മനസ്സിലാക്കുമ്പോൾ അത് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നയം എതിരാണെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആശ്രയത്തേക്ക് പോവുകയും അവിടെ ഉണ്ടായ സംഘർഷത്തിൻ്റെ ഭാഗമായി സഖാവ് പൊന്നപ്പൻ അവിടെ അദ്ദേഹത്തിന് ജീവൻ ബലി കൊടുക്കുകയും ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ രക്തസാക്ഷിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ രക്തസാക്ഷികളെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ രക്തസാക്ഷികൾ അല്ലാതെ കൊണ്ടുള്ളത് എന്നും നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ചിന്തിക്കുന്നില്ല. രക്തസാക്ഷിത്വം എന്നുള്ളത് കൂടപ്പിറപ്പുകൾക്കും അതുപോലെ തന്നെ തന്നോടൊപ്പമുള്ള സ്ത്രീകൾക്കും വേണ്ടി തൻ്റെ ജീവൻ പിടിഞ്ഞുകൊണ്ടാണെങ്കിലും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പൊരുതുക എന്നുള്ള പ്രത്യേക മനോഭാവമുള്ള ആളുകളുടെ അവരെ വിശേഷിപ്പിക്കുന്ന പേരാണ്, അത്തരത്തിൽ ബലിയർപ്പിക്കപ്പെട്ടവരെ വിശേഷിപ്പിക്കുന്ന പേരാണ് രക്തസാക്ഷി. അപ്പോൾ വർഗസമരങ്ങളുടെ ചരിത്രം രക്തസാക്ഷികളുടെയും കൂടി ചരിത്രം. ആ വർഗസമരങ്ങളും രക്തസാക്ഷികളും വിമോചന പോരാട്ടങ്ങളും ചെറുത്തുനിൽപ്പും എല്ലാം കൂടി ചേർന്ന ചരിത്രമാണ് മാനവരാശിയുടെ ചരിത്രം എന്നുള്ളത് ഏറെക്കുറെ ഇന്ന് അംഗീകരിക്കപ്പെട്ടൊരു വസ്തുതയാണ് എന്നുള്ളതാണ് മാർക്സിസത്തിൻ്റെ ഭാഗമായി അഥവാ കമ്മ്യൂണിസ്റ്റുകൾ വെച്ചു പുലർത്തുന്ന ധാരണകളിൽ നിന്ന് ഇതേവരെ ലോകത്തിലുണ്ടായിട്ടുള്ള ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള എതിർപ്പുകളെയും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയും സ്ഥിതിയിൽ നിന്ന് കുറേ അധികം മാറ്റം വരികയും ഇതേറെക്കുറെ ഒരു ശരിയായ കാര്യമാണ് എന്ന് ലോകത്ത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേയധികം അത് യഥാർത്ഥത ഉണ്ടാക്കുന്നതിന് കഴിയും. ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു പാർട്ടിയുടെ സമ്മേളനം ഇങ്ങനെ ആ പാർട്ടിയുടെ ആളുകളെ വിളിച്ചു കൂട്ടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു യോഗം അല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒക്കെ വിളിച്ചു കൂട്ടി പരിപാടികൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെടിക്കെട്ടോ ഒക്കെ നടത്തിക്കൊണ്ട് പോയാൽ പോരെ. എന്തിനാണ് ഇങ്ങനെ എല്ലായിടത്തും മൈക്ക് വെച്ചിട്ട് എൻ്റെ പരിപാടികൾ നടത്തുന്നത് എന്ന് ചോദിക്കാനും എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മാനവരാശിയെ അവരുടെ ജീവിതാവസ്ഥയിൽ നിന്ന് അഭിവൃദ്ധിപ്പെടുത്താനും അവരെ എല്ലാതരം പരിമിതികളിൽ നിന്ന് മോചിപ്പിക്കാനും വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് കൊണ്ട് ഈ പാർട്ടിയുടെ സമ്മേളനത്തിൽ എല്ലാ വിഭാഗം ആളുകളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇപ്പോൾ തന്നെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഇതുവരെ നടന്ന പരിപാടികളെക്കുറിച്ച് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ദേശീയ അടിസ്ഥാനത്തിലും സർവദേശീയ തലത്തിലും അറിയപ്പെടുന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള നിരവധി വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈടുത്ത സെമിനാറുകൾ നടത്തിയത് 96 സെമിനാറുകളാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ നടത്തിയത്. അതിൽ ജില്ല കേന്ദ്രീകരിച്ച് നടത്തിയ 8 സെമിനാറുകളിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകളൊക്കെ രാജ്യത്തെയും ലോകത്തെയും അറിയപ്പെടുന്ന ചരിത്രകാരന്മാർ, സാമ്പത്തിക വിദഗ്ധന്മാർ, സയൻറ്റിസ്റ്റുകൾ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ഈ ഗണത്തിൽപ്പെട്ട വിദ്യാഭ്യാസ വിശേഷന്മാർ, ഇങ്ങനെയുള്ള ഒരു പിടി ആളുകളാണ് ഈ സർഗസംവാദത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇതിന് താഴോട്ട് പോയാൽ ഏരിയ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച സെമിനാറുകളാവട്ടെ അതിൽ പങ്കെടുക്കുകയും അതിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നതൊക്കെ ദേശീയ കേരളത്തിൽ സമസ്ത കേരളത്തിലും അതുപോലെ ദേശീയ തലത്തിലുമൊക്കെ വലിയ പ്രതിഭയായി മാറിയിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ. ഇത് താഴോട്ട് വീണ്ടും പോകുമ്പോൾ പഞ്ചായത്ത് തലത്തിൽ സെമിനാറുകൾ, സംവാദങ്ങൾ, കായിക മത്സരങ്ങൾ, അതുപോലെ തന്നെ കായിക മത്സരങ്ങളിൽ തന്നെ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കുന്ന ക്രിക്കറ്റ് മത്സരം, വോളിബോൾ മത്സരം, ഫുട്ബോൾ കളി, അതുപോലെ തന്നെ ബോൾ ബാഡ്മിൻ്റൺ, ഇങ്ങനെ തുടങ്ങിയുള്ള കായിക മത്സരങ്ങളുടെ നല്ലൊരു പ്രകടനം നമ്മുടെ ജില്ലയിലാണ് നടത്തിയിട്ടുള്ളത്. വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ക്വിസ് മത്സരങ്ങൾ, അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന മറ്റു രൂപത്തിലുള്ള കായിക വിനോദങ്ങൾ, നാടൻ കലാമത്സരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന തൊഴിൽ രംഗത്തെ തഴപ്പാ നെയ്ത്ത്, അതുപോലെ തന്നെ കശുവണ്ടി തല്ല്, അതുപോലെ തന്നെ ഓല കടയിൽ, ഇങ്ങനെയുള്ള നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ
ആദ്യകാലത്തെല്ലാം നിലനിന്നിരുന്നതും ഏറ്റവും പരിമിതമായ ജീവിത രീതിയിൽ ജീവിച്ചു പോരുകയും ചെയ്ത തൊഴിലാളികളെ അവരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി നടത്തിയ തൊഴിൽ മത്സരങ്ങൾ ഇങ്ങനെ തുടങ്ങുന്ന ഒരു 100,000 ജീവിത മേഖലയിൽ നിന്ന് അതുപോലെ തന്നെ മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള സർക്കാർ ശേഷികളെയും പരിപോഷിപ്പിക്കുന്ന മത്സരങ്ങളും അതുപോലെ തന്നെ പ്രകടനങ്ങളും ഈ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അങ്ങേയറ്റം ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ എല്ലാം ഒപ്പമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട പ്രബന്ധാവലികളും അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു അജണ്ട ഭാവി കേരളത്തിൻ്റെ രൂപരേഖയെ എങ്ങനെ ഏറ്റവും സമഗ്രമായി നമുക്ക് രൂപപ്പെടുത്താറുള്ളത്. ഇപ്പോൾ പാർട്ടി സമ്മേളനത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് അതിനെ ആസ്പദമാക്കി ചർച്ച ഒരുപക്ഷെ തുടർന്ന് ഗവൺമെൻറ്റിൻ്റെ മാർഗദർശകം നൽകുന്ന ഏതെങ്കിലും ചില രേഖകൾ ഇത്രയും പോലെ സാധാരണഗതിയിൽ അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. പക്ഷേ ഈ പാർട്ടി അങ്ങനെ എന്താ തീരുമാനിച്ചിരിക്കുന്നത്, തുടർച്ചയായി 2ാം വട്ടം അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറ്റിൻ്റെ തുടർ പ്രക്രിയയെ നിലയ്ക്ക് അല്ലെങ്കിൽ തുടർ മുന്നേറ്റം എന്ന നിലയ്ക്ക് ഈ ഗവൺമെൻറ്റിനെ നിലനിർത്തുക എന്നുള്ള അജണ്ട മാത്രമല്ല, ലോകത്തെ ഏറ്റവും പ്രബുദ്ധവും അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിശക്തിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നതുമായ ഒരു ജനതയെ നിലയ്ക്ക് കേരളീയ സമൂഹത്തിൻ്റെ സമഗ്രവും ഏറ്റവും അഭിവൃദ്ധി നിറഞ്ഞതും ഏറ്റവും സർഗശേഷി ഏറ്റവും കെട്ടഴിച്ചു വിടുന്നതുമായിട്ടുള്ള ഒരു ജീവിതക്രമത്തെ എങ്ങനെ രൂപപ്പെടുത്താമെന്നതിനെക്കുറിച്ചുള്ളൊരു രൂപരേഖയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ രൂപരേഖയിൽ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏതാണ്ട് 500 പരം പ്രതിനിധികൾ അവരെല്ലാം നിശ്ചയിക്കുന്ന അവരുടെ പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ച സമ്പുഷ്ടമാക്കുകയാണ്. അതിനെ തുടർന്ന് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഈ ചർച്ചയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഏറ്റവും സമഗ്രമായ ഒരു രേഖ കേരളത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ ഭാവി കേരളം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി പ്രസിദ്ധപ്പെടുത്താൻ. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനും ആ നേതൃത്വം ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കാനും വേണ്ടി മാത്രം കൂടുതൽ ചടങ്ങെല്ലാം നേരെ മറിച്ച് കേരളീയ സമൂഹത്തിൻ്റെ സമഗ്രമായ വികാസത്തിൻ്റെ അതിൻ്റെ ഭാവിയെയുമെല്ലാം നോക്കിക്കണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന ഏറ്റവും ശാസ്ത്രീയമായ ഒരു പ്രവൃത്തിയും ഏറ്റവും നീണ്ടകാലത്തേക്കുള്ളൊരു സമഗ്രമായ പദ്ധതിയുടെ ആവിഷ്കാരവുമാണ് ഈ സംസ്ഥാന സമ്മേളനം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ രംഗച്ചുള്ളിയ. ഞാൻ നീട്ടുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇപ്പോൾ ഏതാണ്ട് 9 വർഷം തികയാൻ പോകുന്നു. ഈ ഗവൺമെൻറ്റിനെ എത്രയും വേഗം താഴ്ത്തിറക്കുക എന്ന അജണ്ടയുമായി നടക്കുന്ന നമ്മുടെ സ്നേഹിതന്മാർ കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കോൺഗ്രസ് പാർട്ടിയാണ് മുഖ്യമായി രംഗത്ത് വരുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ അത്ര ശക്തിയില്ലാഞ്ഞിട്ടും BJP എന്ന പാർട്ടി അവർക്ക് പലപ്പോഴും അവർ രണ്ടും കൂടി ചേർന്ന ഇരട്ട സഹോദരന്മാരായി ഈ കേരളത്തിൽ പ്രവർത്തിക്കാറുണ്ട്. പഞ്ചായത്ത് തലത്തിലുള്ള ബൈലക്ഷൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാഞ്ഞിരമ്പാറ വാർഡിൽ എടുത്തു കഴിഞ്ഞാൽ, ചടയമംഗലത്ത് പൂങ്കോട് വാർഡിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് ഈ വാർഡുകളിലെല്ലാം ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി BJPയും കോൺഗ്രസും പരസ്പരം വോട്ട് പങ്കിടുകയാണ്. കാഞ്ഞിരപ്പാറ വാർഡിലെ BJP വോട്ടെല്ലാം പോയത് കോൺഗ്രസിലാണ്. ഏറ്റവും രസകരമായ കാര്യം, BJPയുടെ കൊല്ലത്തെ അതിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ഭാരവാഹി അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേരിട്ട് വന്നിട്ട് വാർഡുകൾ വീട് കയറി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ചു എന്നുള്ളത് നമ്മൾ കണ്ട കാര്യമാണ്. അതിൻ്റെ ഭാഗമായി CPMൻ്റെ സ്ഥാനാർത്ഥി 22 വോട്ടിന് തോറ്റു എന്നുള്ളതും സംഭവിക്കുകയുണ്ടായി. ഇപ്പുറത്ത് ചടയമംഗലം പഞ്ചായത്തിലെ പൂങ്കോട് വാർഡിലാവട്ടെ, അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ BJPയുടെ വോട്ട് മൊത്തമായിട്ട് കൂടും. ഇവിടെ ബാക്കിയൊന്നും വെച്ചില്ല, ഏറെക്കുറെ മൊത്തമായിട്ട് കൂടും. അത്ര സഹവർത്തിത്തിലും അത്ര സമഭാവനയിലും കഴിയുന്ന ആളുകളായി ഈ 2 പാർട്ടികളും മാറി എന്നുണ്ടെങ്കിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുന്ന BJP വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഗതിയെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇവർ നേതൃത്വം കൊടുക്കുന്ന ദേശീയാടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ് ഇങ്ങനെ BJP ഭരണത്തെ താഴ്ത്തിറക്കാൻ വേണ്ടി എല്ലാ ജനാധിപത്യ
പാർട്ടികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പൊരുതുന്നത് എന്ന് അവകാശപ്പെടുകയും ആ പോരാട്ടത്തിന്റെ സ്ഥാനത്ത് BJPയും കോൺഗ്രസും ചേർന്നുള്ള ഐക്യമെന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ മുദ്രാവാക്യം മനുഷ്യന്റെ മുമ്പിൽ വിലപ്പോവുക? അപ്പോൾ കേരളത്തിൽ ഇങ്ങനൊരു സ്ഥിതി നടക്കുന്നുണ്ട്. നിയമസഭയിലാവട്ടെ വലിയ തോതിലുള്ള തട്ടുപൊളിപ്പൻ പ്രസംഗം VD സതീശനിലോട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചങ്ങാതി കൂടി വന്നിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഒരുപാട് റെക്കോർഡുകൾ സ്ഥാപിച്ചുള്ള മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹവും കൂടി വന്നതുകൂടി ഇപ്പോൾ നിയമസഭയിൽ കോൺഗ്രസിൻ്റെ കലാപരിപാടികൾ അരങ്ങുകൊടുത്ത് വരുന്നുണ്ട് എന്നുള്ളത്. ഈ അരങ്ങുകൊഴിക്കൽ എന്നുള്ളത് നിയമസഭയിൽ കാണിക്കുന്നതല്ലാതെ നാട്ടിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു മെച്ചവും പാടുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്ന കാര്യമാണ്. ഞാൻ നീട്ടത്തില്ല. അനശ്വരനായ സഹോ PR പൊന്നപ്പൻ്റെ ബലികുടിയിൽ നിന്ന് കൊളുത്തുന്ന ദീപശിഖയാണ് ഇന്നിവിടെ തുടങ്ങുന്നത്. ഇന്നലെ ഒരു 4 മണിക്ക് നമ്മുടെ കടക്കൽ വിപ്ലവ സ്മാരകത്തിൽ നിന്നും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുതിയ കടക്കലത്തെ ധീരവിപ്ലവകാരികളുടെ സ്മൃതി കുടീരം കൂടിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സ്മാരകമായുള്ള കടക്കൽ വിപ്ലവ സ്മാരകത്തിൽ ഇന്നലെ ഒരു ദീപശിഖ ആരംഭിച്ചു. ഇവിടെ നമ്മൾ കൂടിക്കൊണ്ട് വന്നപ്പോൾ ജോണിക്കുട്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള 2ാമത്തെ ദീപശിഖ ഇന്നലെ അതോടൊപ്പം ചേർന്നു. ഇന്ന് ഇവിടെ അമ്പലകൊണ്ട് പൊന്നപ്പൻ്റെ സ്മൃതി കുടയിൽ നിന്ന് ബലികുടയിൽ നിന്നുള്ള ദീപശിഖയാണ് ഇവിടെ ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വീറുറ്റ പോരാട്ടങ്ങളുടെ ചരിത്രം പറയുന്ന കയ്യൂർ സമരത്തിൻ്റെയും അതുപോലെ തന്നെ വയലാർ സമരത്തിൻ്റെയും കേന്ദ്രങ്ങൾ. കയ്യൂർ സമര കേന്ദ്രത്തിൽ നിന്ന് കയ്യൂർ വിപ്ലവകാരികളുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും വരുന്ന പതാകയും വയലാറിൽ നിന്ന് വരുന്ന ദീപശിഖയും നമ്മുടെ നാട്ടുകൾ താണ്ടിയും ജനങ്ങളുടെ വലിയ ഘോഷയാത്രയോടുകൂടി അകമ്പടിയോടി ഇങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ വിവിധ മേഖലയോട് സഞ്ചരിച്ച് ഇന്ന് വൈകിട്ട് ആശ്രാമ മൈതാനത്തെത്തുകയാണ്. ആശ്രാമ മൈതാനത്ത് എത്തുമ്പോൾ അതിന് തൊട്ട് പിന്നാലെയായി ജില്ലയിൽ 26 ബലികുടീരങ്ങൾ ഇത്തരത്തിലുള്ള ദീപശിഖകൾ അതോടൊപ്പം ചേർന്നുകൊണ്ട് സമ്മേളന സ്ഥലമായിട്ടുള്ള നമ്മുടെ ടൗൺ ഹാളിൻ്റെ മുമ്പിൽ അവിടെ കൊളുത്തുന്ന ദീപശിഖയിലേക്ക് ഇതെല്ലാം കൂടി പകർന്നുകൊണ്ടായിരിക്കും സമ്മേളന നഗറിലെ ദീപശിഖ അവിടെ സ്ഥാപിക്കുന്നത്. ഈ തരത്തിൽ നാടിനെ ഇളക്കി മറിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ തൊഴിലാളികളെയും അതുപോലെ തന്നെ പണിയെടുക്കുന്നവരെയും ജീവനക്കാരെയും അമ്മമാരെയും സഹോദരിമാരെയും കുട്ടികളെയും അടക്കം ആവേശം കൊള്ളിക്കും. CPIഎമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾ നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങളുടെ മുമ്പിൽ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തനം മാത്രമായിട്ട് ഒരു ബഹുജന വിദ്യാഭ്യാസ പദ്ധതിയായിട്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാം ആവേശം പകർന്നുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ സഖാക്കളെ നമ്മുടെ സഹോദരിമാരെ അഭിവാദ്യത്തോടുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനത്തിനായി അറിയിക്കുന്നു. ദീപശിഖ അത്ലറ്റുകൾക്ക് കൈമാറുന്നതിന് മറ്റ് സഖാക്കൾ കൂടി സംസാരിച്ച ശേഷം കൈമാറുന്നു. സഖാക്കളെ തുടർന്ന് സംസാരമൊന്നുമില്ല. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട സഹ S വിക്രമൻ, പാർട്ടി DC അംഗങ്ങളായിട്ടുള്ള സഹ PK ബാലേന്ദ്രൻ, സഹ നസീർ, അതുപോലെ തന്നെ പാർട്ടി ഏരിയ സെക്രട്ടറി, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അത്ലറ്റുകൾ, പ്രിയപ്പെട്ട സഹാക്കൾ എല്ലാവർക്കും ഈ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദീപശിഖ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജാഥയുടെ ക്യാപ്റ്റനുമായിട്ടുള്ള പത്മനാഭനെ ക്ഷണിക്കുന്നു. അപ്പോൾ ആദ്യം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് ജാഥ ക്യാപ്റ്റൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. അപ്പോൾ ആദ്യം സ്വീകരണമാണ്. സ്വീകരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സെക്രട്ടറി ലോക്കൽ പ്രസിഡന്റ് സഹ നിസാർ, ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഹ മുരുകേശ്, പഞ്ചായത്ത് പ്രസിഡന്റ് സഹ അഡ്വക്കേറ്റ് അൻസർ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സഹ ദിലീപ്, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സഹ ശ്രീകുമാർ. തുടർന്ന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ജാഥയുടെ ക്യാപ്റ്റൻ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഹ TS പത്മകുമാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള
സഹാക്കളെ, ബഹുമാന്യരെ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് ജി സനൽ, നമ്മുടെ ഈ ദീപശിഖ റിലേയുമായി ബന്ധപ്പെട്ട യോഗം ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാന്യനായ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് എസ് വിക്രമൻ, സഖാവ് പി കെ ബാലേന്ദ്രൻ, സഖാവ് എം നസീർ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സഖാവ് ശ്രീകുമാർ, ദിലീപ് സാറ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് നിസാറ്, മുരുകൻ സാറ് അടക്കം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് ഡി ജയകുമാർ, ഡി സന്തോഷ് അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയമുള്ള സഖാക്കളെ, നമ്മുടെ പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള കേരള സംസ്ഥാന സമ്മേളനം ഈ മാസം 6 മുതൽ 9 വരെ തീയതികളിൽ കൊല്ലത്ത് ചേരുകയാണ്. സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖ റിലേ ഇന്നലെ കടക്കൽ വിപ്ലവ സ്മാരകത്തിൽ നിന്ന് ആരംഭിച്ചു. അവിടെ നിന്ന് പ്രയാണം ആരംഭിച്ച ജാഥയോടൊപ്പം നമ്മുടെ ചെറുവക്കൽ സഖാവ് ജോണിക്കുട്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള ദീപശിഖ ചേർന്നു. ഇവിടെ നമ്മുടെ അനശ്വര രക്തസാക്ഷി സഖാവ് പി ആർ പൊന്നപ്പൻ്റെ സ്മൃതി കുടീരത്തിൽ നിന്നുള്ള ജാഥയുടെ പ്രയാണം കൂടി ആരംഭിക്കുകയാണ്. ഇതോടൊപ്പം കായല സഖാവ് കൊച്ചുകുട്ടൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഉള്ള ദീപശിഖ റിലേ അല്പസമയത്തിനുള്ളിൽ പൂയപ്പള്ളിയിൽ എത്തിച്ചേരും. പൂയപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന റിലയോടൊപ്പം പുന്നക്കോട് സഖാവ് വിശ്വനാഥൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള ദീപശിഖ റിലേയും കൂടി മീയന്നൂർ ജംഗ്ഷനിൽ വെച്ച് ചേരും. നമ്മുടെ ദീപശിഖ റിലേകൾ കൊല്ലത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. മുഴുവൻ സഖാക്കളും അതിർത്തികളടക്കം നമ്മുടെ ഈ ബൈക്ക് റാലിയിൽ പങ്കെടുക്കുന്ന സഖാക്കൾ കണ്ണനല്ലൂർ വരെ എത്തും. അതിനുശേഷമുള്ള സഖാക്കൾ പരമാവധി ആളുകൾ കൊല്ലം വരെ എത്താൻ തന്നെ ശ്രമിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ സഖാക്കളെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പോകുന്ന വാഹനങ്ങളിൽ സഖാക്കൾ കൊടിയെല്ലാം തയ്യാറാക്കി തന്നെ പോകും, നമുക്കറിയാം. അതൊന്നുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഈ റിലേ ദീപശിഖ റിലേ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. നിങ്ങളൊക്കെ ഉത്തരവാദിത്തമായിട്ട് ഇവിടെ ചെയ്യാൻ പിന്നെ എന്റെ ഫോണിൽ നിന്ന് റാഫിയെ വിളിച്ചു. ഞാൻ നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും നിൽക്കൊണ്ടോ നോക്കട്ടെ. ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ദീപശിഖ ജാഥ
അമ്പലംകുന്ന് ജംഗ്ഷനിൽ നിന്നും സമാരംഭിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്ക് ദർശകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പ്രയാണം അവസാനിക്കുന്നതുവരെയും ഈ നിലയിലാണ് ഇത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മതങ്ങൾക്കതീതമായ മനുഷ്യത്വത്തിന്റെ മഹാശബ്ദം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 24ാം പാർട്ടി കോൺഗ്രസ് അടുത്ത മാസം തമിഴകത്തിന്റെ സാംസ്കാരിക നഗരിയായ മധുരയിൽ വെച്ച് നടക്കുകയാണ്. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഈ മാസം 6 മുതൽ 9 വരെ തീയതികളിൽ തൊഴിലാളി വർഗ സമരചരിത്രത്തിൽ മറക്കാനാകാത്ത ഏടുകൾ എഴുതി ചേർത്ത കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളന നഗരിയിൽ സ്ഥാപിക്കാനുള്ള ദീപശിഖയും വഹിച്ചുകൊണ്ടുള്ള റാലിയാണ് ഈ സമരഭൂമിയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഏറാൻ മൂളിയായ സർസിപിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ പടനയിച്ച ധീര വിപ്ലവകാരികളുടെ ജ്വലിക്കുന്ന സ്മരണകളാൽ സമ്പന്നമായ കടയ്ക്കൽ വിപ്ലവ സ്മാരകത്തിൽ നിന്നും CPIഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ഏരിയ സെക്രട്ടറി സഖാവ് 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള കോൺഗ്രസ് ഗുണ്ടകളാൽ കൊല്ലപ്പെട്ട ഇളമാട് പഞ്ചായത്തിലെ ചാവൂട് സംസ്ഥാന സമ്മേളനം മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് ചേരുകയാണ്. ഇതിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കെവർക്കും നന്ദി, നമസ്കാരം.